ഹായ് ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് കണ്ടന്റ് റൈറ്റിംഗ് സ്റ്റൈൽസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതിലൊരു സ്റ്റൈലായിരുന്നു കേവ് പെയിന്റിങ്സ്. പക്ഷേ നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്താണ് ഈ കേവ് പെയിന്റിംഗ് എന്ന്? നമ്മുടെ പൂർവികർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ലാംഗ്വേജസ് എന്നുള്ള ഒരു ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മനുഷ്യർ കണ്ടെത്തിയ ഒരു ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കേവ് പെയിന്റിങ്സ്. അതായത് ഇരുട്ട് നിറഞ്ഞ ഗുഹയിൽ ഒരു ചെറുനാളത്തിന്റെ വെളിച്ചത്തിൽ കൈ കിട്ടുന്ന കല്ല്, അതുപോലെ തന്നെ കൽക്കരി, ഇതെല്ലാം ഉപയോഗിച്ചായിരുന്നു അവർ പടങ്ങൾ വരച്ചിരുന്നത്. പക്ഷേ നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ ഒരു വലിയൊരു കാര്യമുണ്ട് ഇതിന്. വേർ ദോസ് ജസ്റ്റ് ഇമേജസ് ഓർ ഡ്രോയിങ്സ്? ഒരിക്കലുമല്ല. ദോസ് വേർ മെസ്സേജസ് സെൻഡ് ഫോർ അസ്. ഒരു മാൻ കല്ലിൻ്റെ മുകളിൽ കൂടെ ചാടുന്നൊരു ചിത്രമുണ്ട്, ഇതുപോലെ. നിങ്ങളിത് പലപ്പോഴും ഗൂഗിൾ ഇമേജസിലും പിൻട്രസ്റ്റിലും ഒക്കെ കേവ് പെയിന്റിങ്സ് അടിക്കും മെയിൻലി കാണുന്ന ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചിത്രമുണ്ട്, ഓക്രേ, അതായത് ഈ കൈയടയാളങ്ങൾ ഒക്കെ പതിച്ചിട്ടുള്ള ഒരു ഇമേജ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് എന്താണ് നമ്മുടെ പൂർവ്വ കൊണ്ട് നമ്മൾക്ക് കൺവേ ചെയ്തു തരുന്ന മെസ്സേജ്? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ഇമേജിൻ്റെ അർത്ഥം ഇറ്റ്സ് എ ലെസൺ ഫോർ സർവൈവൽ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, ഇതുപോലെ ഈ പാറ ചാടിക്കിടക്കുന്ന മാൻ പോലെ നിങ്ങൾ ചാടിക്കിടക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ആദ്യത്തേൽ തന്നത്. രണ്ടാമത്തെ ഓക്രേ, കൈയടയാളങ്ങൾ, അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ, നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഈ ഭൂമിയിൽ നമ്മൾ ഇട്ടിട്ട് വേണം പോകാൻ. കേവ് പെയിന്റിങ്സ് ആയിരുന്നു ആദ്യ കഥ എന്ന രീതിയിൽ നമ്മുടെ പൂർവികർ നമ്മൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു കണ്ടന്റ് റൈറ്റിംഗ് സ്റ്റൈൽ. അതിനകത്ത് ഭയം, സന്തോഷം, ആത്മരക്ഷ, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറീസ്, മെസ്സേജസ്, ഐഡിയോളജീസ്, ഇതെല്ലാം അവർ നമുക്കായി കാത്തു വച്ചിരുന്നു. പക്ഷെ ശരിക്കും ഇവിടെ നിന്നാണോ കണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ തുടക്കം? അതോ നമ്മൾ അറിയാത്ത, നമ്മളോട് ആരും പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത എന്തെങ്കിലും ഒരു സ്റ്റൈൽസ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്നോ ഈ ലോകത്ത്? അറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.